Good morning to everyone. I am presenting my seminar topic on investment in equity shares. Equity shares are long-term financing source for any company. Investors in such share hold the right to vote, share profit and claim asset of company. അതായത് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് കമ്പനീസിൻ്റെ ലോങ് ടേം ഫിനാൻസിങ് സോഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സിന് ഈ ഷെയർ കൊണ്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിനും അസറ്റ് ക്ലെയിം ചെയ്യാനും കമ്പനീസിൻ്റെ അസറ്റ് ക്ലെയിം ചെയ്യാനും അവകാശമുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസിന് അഡീഷണൽ പോയിൻറ്റ്സ് ഉണ്ട്. അഡീഷണൽ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡിവിഡൻഡ് റിസീവ്ഡ്, ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഷെയർസ് ആണ്. ഫസ്റ്റ് വൺ, ഡിവിഡൻഡ് റിസീവ്ഡ്. Dividend received out of pre-acquisition profit is credited to investment account. It is recorded cost column only. അതായത് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, കോസ്റ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ഡിവിഡൻഡ് റിസീവ്ഡ് ഔട്ട് ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ക്രെഡിറ്റഡ് ടു ഡിവിഡൻഡ് കോളം. അതായത് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത് ഔട്ട് ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഡിവിഡൻഡ് കോളത്തിലേക്കായിരിക്കും ക്രെഡിറ്റ് ആവുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓൺ 1st April 2019, മിസ്റ്റർ അനിൽ ഹാഡ് 5,000 equity shares in AB Limited. Face value of the share was 20 each, but their book value was 24 per share. അതായത് 1st April 2019 അനിലിന് 5,000 ഇക്വിറ്റി ഷെയർസ് AB ലിമിറ്റഡിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 20 ഈച്ച് ആയിരുന്നു. അതുപോലെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 24 പെർ ഷെയർ ആയിരുന്നു. ഓൺ 1st June 2019, അനിൽ പർച്ചേസ്ഡ് 2,000 ഇക്വിറ്റി ഷെയർസ് മോർ ഇൻ AB ലിമിറ്റഡ് അറ്റ് 22. 1st June 2019 അനിൽ എക്സ്ട്രാ ഒരു 2,000 ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു 22 റുപ്പീസിൻ്റെ ബേസിൽ. ഓൺ 1st October 2019, AB Limited declared 10% dividend for the year 2018-19. Anil received the dividend on 26th October 2019. 1st October 2019 AB ലിമിറ്റഡ് ഒരു 10% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു 2018-19. പക്ഷേ അനിൽ ഡിവിഡൻഡ് റിസീവ് ചെയ്തിരിക്കുന്നത് 26th October 2019 ഷോ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ് ടു 26th October 2019. അതായത് 26th October 2019 വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഡേറ്റ് കോളത്തിൽ 2019 April 1st, പർട്ടിക്കുലേഴ്സിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതിയിട്ട് ഒരു 1 lakh rupees നോമിനൽ വാല്യൂ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഈ 1 lakh rupees എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ 5,000 ഷെയർസ്, അതായത് AB അനിലിന് ഉണ്ടായിരുന്ന 5,000 ഷെയർസിൻ്റെ കൂടെ ഫേസ് വാല്യൂ ആയ 20 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു 1 lakh rupees കിട്ടുന്നുണ്ട്. ആ 1 lakh rupees ആണ് ഫസ്റ്റ് വണ്ണിൽ പറയുന്നത്. അതിൻ്റെ കോസ്റ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട് 1,20,000 rupees. അത് 5,000 ഷെയർസിൻ്റെ കൂടെ ബുക്ക് വാല്യൂ ആയ 24 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,20,000 വരുന്നുണ്ട്. അതുപോലെ തന്നെ June 1st ബാലൻസ് ഒരു എക്സ്ട്രാ 2,000 ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടു ബാങ്ക് എഴുതിയിട്ട് നോമിനൽ വാല്യൂൻ്റെ അവിടെ 40,000 കോസ്റ്റിൻ്റെ അവിടെ 44,000 എഴുതിയിട്ടുണ്ട്. ഈ 40,000 എന്ന് പറയുന്ന സമയത്ത് 2,000 × 20 = 40,000. കോസ്റ്റ് വാല്യൂ 2,000 × 24 = 44,000. അതായത് ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് നെക്സ്റ്റ് ബോക്സിൽ പർട്ടിക്കുലേഴ്സിൻ്റെ അവിടെ ബൈ ബാങ്ക് എന്ന് എഴുതിയിട്ട് നമ്മൾ ഡിവിഡൻഡ് പോസ്റ്റ് ചെയ്യണം. ഈ ഡിവിഡൻഡ് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ടാണ്. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ ഡിവിഡൻഡ് നമുക്ക് കാണേണ്ടത് 1 lakh rupeesൻ്റെ 10% ഡിവിഡൻഡ് കാണുക. അപ്പോൾ 10,000 rupees വരും. അത് ഡിവിഡൻഡ് കോളത്തിൽ നമ്മൾ എഴുതണം 10,000 rupees. അതുപോലെ തന്നെ 40,000ൻ്റെ 10,000
നമ്മൾ കാണണം. അപ്പോൾ 4000 എന്ന് പറയും. ഇതെന്ന് പറയുന്നത് കോസ്റ്റ് കോളത്തിലേക്ക് ക്രെഡിറ്റ് ആവും. അതാണ് നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിവിഡൻഡ് റിസീവ്ഡ് എന്നുള്ള എക്സാമ്പിൾ സൊല്യൂഷനും. നെക്സ്റ്റ് വൺ, ബോണസ് ഷെയർസ്. It is debited in investment account. It is recorded in nominal column only. Nothing recorded in the cost column because bonus shares not have any cash payment. അതായത് ബോണസ് ഷെയർസ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആണ് ചെയ്യുക. ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നോമിനൽ കോളത്തിൽ മാത്രമായിരിക്കും. കാരണം കോസ്റ്റ് കോളത്തിൽ ഒന്നും റെക്കോർഡ് ചെയ്യാനില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ഒരിക്കലും ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് കോസ്റ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓൺ 1st April 2019, Mr. Anil had 5,000 equity shares in AB Limited and face value of the share was 20 each, but their book value was 24 per share. അതായത് 1st April 2019 അനിൽ 5,000 ഇക്വിറ്റി ഷെയർ AB ലിമിറ്റഡിലുണ്ടായിരുന്നു. അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 20 റുപ്പീസും ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 24 പെർ ഷെയർ ആയിരുന്നു. ഓൺ 1st June 1999 എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് റോങ് ആണ്. 2019 Anil purchased 2,000 equity shares more in AB Limited at 22. 1st June 2019 അനിൽ എക്സ്ട്രാ 2,000 ഷെയർസ് AB ലിമിറ്റഡിന് 22 റുപ്പീസിൻ്റെ ബേസിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഓൺ 31st 7, 2019 the company announced a bonus issue. Bonus is declared at 1 equity share for every 4 shares held and these shares were received on 6/9/2019. 31st 7, 2019 കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബോണസ് ഇഷ്യൂ ചെയ്തെന്ന് പറയുന്നത് ഒരു ഇക്വിറ്റി ഷെയർസിന് 4 ഷെയർ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ അനിൽ ഷെയർ റിസീവ് ചെയ്തിരിക്കുന്നത് 6/9/2019 ഷോ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ് ടു 6/9/2019. അപ്പോൾ 6/9/2019 വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷനിൽ ഡേറ്റ് 2019 April 1, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതിയിട്ട് 1 lakhും കോസ്റ്റ് എന്ന് എഴുതിയിട്ട് 1,20,000 നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതുപോലെ ടു ബാങ്ക് June 1 ടു ബാങ്ക് 40,000ഉം 44,000ഉം റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് എഴുതിയിട്ട് എത്ര റുപ്പീസാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വർക്കിംഗ് നോട്ട് നോക്കുക. അനിലിൻ്റെ എൻടൈറ്റിൽഡ് ടു 1/4 of 7,000 shares as bonus shares, that is 1,750 shares at 20 each. അതായത് ഇവിടെ പറയുന്നത് അനിലിന് 1/4 of 7,000 ഷെയർസ് ആണ് പറയുന്നത്. അതായത് 5,000 ഷെയർസ് ആദ്യം ഉണ്ടായിരുന്നു, 2,000 ഷെയർസ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 7,000 ആണ്. ഈ 7,000ൻ്റെ 1/4 അനിലിനുള്ള എൻടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ആ എമൗണ്ട് ആ ഷെയർസ് എന്ന് പറയുന്നത് 1,750 ഷെയർസ് ആണ്. അതിനെ 20 ഈച്ച്, അതായത് ഫേസ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 35,000 ഉണ്ടാവും. അപ്പോൾ ടു ബോണസ് ഷെയർസ് നോമിനൽ വാല്യൂ 35,000 നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇതാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ 35,000 ആണ് അതിൻ്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, റൈറ്റ് ഷെയർസ്. These are first given to existing shareholders. They may either accept these shares or sell the rights to outsiders at a profit. അതായത് റൈറ്റ് ഷെയർസ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും.
ഇതെന്ന് പറയുന്നത് അവർക്ക് ഷെയർസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർസ് ഔട്ട്സൈഡേഴ്സിന് സെല്ല് ചെയ്യാം പ്രോഫിറ്റിൻ്റെ ബേസിൽ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓൺ 1st April 2019, മിസ്റ്റർ അനിൽ ഹാഡ് 5,000 equity shares in AB Limited. Face value of the share was 20 each, but their book value was 24 per share. 1st April 2019 അനിലിന് 5,000 ഇക്വിറ്റി ഷെയർസ് എ ബി ലിമിറ്റഡിലുണ്ടായിരുന്നു. അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 20 rupees ആണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 24 per share ആണ്. On 1st June 2019, Anil purchased 1,000 more equity in AB Limited at a premium of 2 per share. 1st June 2019 അനിൽ എക്സ്ട്രാ 1,000 ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 per ഷെയറിൻ്റെ പ്രീമിയത്തിൻ്റെ ബേസിസിൽ. On 30/6/2019, directors of AB Limited made a right issue. The terms of the right issues were, അതായത് 13/6/2019 എ ബി ലിമിറ്റഡിൻ്റെ ഡയറക്ടേഴ്സ് റൈറ്റ് ഇഷ്യൂസ് മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ടേംസ് കണ്ടീഷൻസ് പറയുന്നുണ്ട്, അത് നോക്കാം. റൈറ്റ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഹോൾഡേഴ്സ് ഓൺ 25/8/2019. അതായത് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എക്സിസ്റ്റിംഗ് ഹോൾഡേഴ്സിനാണ് 25/8/2019 വരെയുള്ളത്. റൈറ്റ് ഇഷ്യൂ വുഡ് എൻടൈറ്റിൽ ദ ഹോൾഡേഴ്സ് ടു സബ്സ്ക്രൈബ് ടു അഡീഷണൽ ഇക്വിറ്റി ഷെയർസ് ഇൻ ദ കമ്പനി അറ്റ് ദ റേറ്റ് ഓഫ് 1 share per every 4 share held at 24 per share. The whole amount being payable on 31/10/2019. അതായത് റൈറ്റ് ഇഷ്യൂസ് എൻടൈറ്റിൽ ചെയ്ത ഹോൾഡേഴ്സിന് അഡീഷണൽ ആയിട്ട് ഇക്വിറ്റി ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാം. അതെന്ന് പറയുന്നത് 1 share per every 4 ഷെയർസിന് 23 per share വെച്ചിട്ടായിരിക്കും. പക്ഷേ ഈ ഹോൾ എമൗണ്ട് 31/10/2019 പേ ചെയ്തിട്ടുണ്ടാവണം. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് മേ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ എൻടൈറ്റിൽമെൻറ്റ് എയ്തർ ഹോളി ഓർ ഇൻ പാർട്ട് ട്രാൻസ്ഫർ ദെയർ റൈറ്റ്സ് ടു ഔട്ട്സൈഡേഴ്സ്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് മുഴുവനായിട്ട് എൻടൈറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് പാർട്ട് മറ്റുള്ളവർക്ക് ഔട്ട്സൈഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാനും അവകാശമുണ്ട്. അനിൽ exercised his option of 50% of entitlement under the issue, and the balance of rights he sold to Manoj for a consideration of 3 per share. അതായത് അനിൽ 50% എൻടൈറ്റിൽമെൻറ്റ്സ് വെച്ചിട്ട് ബാക്കിയുള്ളത് മനോജിന് സോൾഡ് ചെയ്തു 3 per ഷെയറിൻ്റെ ബേസിസിൽ. ഓൺ 1/12/2019 Anil sold 3,000 equity shares at a premium of 5 per share. അതായത് 1/12/2019 അനിൽ 3,000 ഇക്വിറ്റി ഷെയർസ് സോൾഡ് ചെയ്തു 5 per ഷെയറിൻ്റെ പ്രീമിയത്തിൻ്റെ ബേസിസിൽ. ഷോ ദ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആസ് ഇറ്റ് വുഡ് അപ്പിയർ ഇൻ അനിൽസ് ബുക്ക് ആസ് ഓൺ 31/12/2019 ആൻഡ് ദ വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ഓൺ ദ ഡേറ്റ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്പിയർ ചെയ്യണം അനിലിൻ്റെ ബുക്ക് ഓഫ് 31/12/2019. പക്ഷേ വാല്യൂ ഷെയർസ് എന്ന് പറയുന്നത് ആവറേജ് ബേസിസിലായിരിക്കണം ഈ ഡേറ്റിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷനിൽ 2019 April 1 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 5,000 ഷെയർസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ആണ് ആ കോളം. അതിൽ 1st April 2019 5,000 ഷെയർസാണ് ആദ്യമായിട്ട് വാങ്ങിച്ചത്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,20,000 rupees. അതുപോലെ June 1 എക്സ്ട്രാ 1,000 ഷെയർ വാങ്ങിച്ചു. അതെന്ന് പറയുന്നത് ടു ബാങ്ക് എന്ന് എഴുതിയിട്ട് 1,000 ഷെയർസ് 1,000 24 ചെയ്യുന്ന സമയത്ത്
24,000 വരും. പക്ഷെ അവിടെ പ്രീമിയം 2 per share എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1000 × 2 2000. അപ്പോൾ അത് ലെസ് ചെയ്യുന്ന സമയത്ത് 22,000 വരും. നെക്സ്റ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഷെയർസ് പറയുന്നുണ്ട്. നമുക്ക് റൈറ്റ് ഷെയർസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് നോക്കാം. നോട്ട്സിൽ ലാസ്റ്റ് നോക്കിയാൽ മതി. ടോട്ടൽ ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് 6,000 ഷെയർസാണ്. ഇതിൻ്റെ റൈറ്റ് ഷെയർസ് എന്ന് പറയുന്ന സമയത്ത് 6,000 × 1/4, അതായത് 1,500 വരും. അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ഷെയർ എന്ന് പറയുന്നത് 750-യും സെയിൽ ചെയ്ത ഷെയർസ് എന്ന് പറയുന്നത് 750 ആണ്. അപ്പോൾ റൈറ്റ് ഷെയർസ് ആയിട്ട് 750 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 750ൻ്റെ 23 rupees-ആണ് ആ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 750 × 23 ചെയ്യുമ്പോൾ 17,250 വരും. അതാണ് നമ്മൾ കോസ്റ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതായി. ഇനി നെക്സ്റ്റ് ബോക്സിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ബോക്സിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അവിടെ ബൈ ബാങ്ക് സെയിൽ ഓഫ് റൈറ്റ് 750 ഷെയർസ് അറ്റ് 3 എന്ന് കൊടുത്തിട്ട് 2,250 കോസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേഷൻ നോക്കാം. കാൽക്കുലേഷൻ നോക്കുന്ന സമയത്ത് അതായത് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് 3,750 ഷെയർസ് എൻഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 6,750 ഷെയർസിന് എത്ര എമൗണ്ട് പേ ചെയ്തു എന്ന് ആദ്യം നോട്ട് ചെയ്യണം. അതായത് 6,000 ഷെയർസാണ് നമ്മൾ ടോട്ടൽ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ 750 ഷെയർസ് എന്ന് പറഞ്ഞത് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് നമ്മൾ ചെയ്തു വെച്ച ഷെയർസാണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 6,750 ഷെയർസാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ പേ ചെയ്തിരിക്കുന്നത് 1,20,000 പ്ലസ് 22,000 പ്ലസ് 17,250 ആഡ് ചെയ്യുന്ന സമയത്ത് 1,59,250 rupees-ആണ് നമുക്ക് വരുന്നത്. അതിന്ന് നമ്മളൊരു 750 ഷെയർസ് ആയിട്ട് 3 എന്ന് പറയുന്ന ആ ബേസിസിൽ ഒരു 2,250 rupees ഉണ്ട്. അത് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6,750യുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കിട്ടും. അത് 1,57,000 rupees-ആണ് 6,750 ഷെയർസിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കോസ്റ്റ് ഓഫ് 3,750 ഷെയർസ്, നമ്മൾ ഈ കോസ്റ്റ് 3,750 ഷെയർസിൻ്റെ കോസ്റ്റ് കാണുന്നത് ആവറേജ് ബേസിസിലാണ്. നമുക്ക് കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ബ്രാക്കറ്റിൽ ആവറേജ് ബേസിസ് ഓൺ ദാറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് കാണേണ്ടത് 6,750ൻ്റെ ടോട്ടൽ കോസ്റ്റ് അതായത് 1,57,000 ഇൻറ്റു 3,750 ഡിവൈഡഡ് ബൈ 6,750 ചെയ്യുമ്പോൾ 87,222 കിട്ടും. അതാണ് 3,750 ഷെയർസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന്ന് നമ്മൾ 3,000 ഷെയർസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് കാണുമ്പോൾ 1,57,000 87,222 ചെയ്യുന്ന സമയത്ത് 69,778 കിട്ടും. അതിന് നമ്മൾ സെയിൽസ് പ്രൊസീഡ്സ് കണ്ടിട്ട് ഒരു 73,000 നമ്പർ ഓഫ് ഷെയർസിൻ്റെ സെയിൽസ് കോസ്റ്റ് എന്ന് പറയുന്നത് 75,000 ആണ്. അതാണ് സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ സെയിൽസ് പ്രൊസീഡ്സിന് അതായത് 75,000 നമ്മൾ കണ്ടുപിടിച്ച 3,000 ഷെയർസിൻ്റെ കോസ്റ്റ് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5,222. ആ 5,222 ആണ് നമ്മൾ ഫസ്റ്റ് ബോക്സിലുള്ള അതായത് ടു P&L അക്കൗണ്ട് അതായത് പ്രോഫിറ്റ് ആൻഡ് സെയിൽ എന്ന് കൊടുത്തിട്ട് കോസ്റ്റ് കോളത്തിൽ 5,222 എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മളിതിനെ ആഡ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് ത്രോ ഡൗൺ ചെയ്തിട്ട് ആ എമൗണ്ട് ഈ കോളത്തിലേക്ക് എഴുതുക. ഇത്രയാണ് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനീസ് കാണേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി ഷെയർസ് എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ 3 കാര്യമാണ് പഠിച്ചത്. ഡിവിഡൻഡ് റിസീവ്ഡിൻ്റെ ബേസിൽ നോക്കി, ബോണസ് ഷെയർസിൻ്റെ ബേസിൽ നോക്കി, റൈറ്റ് ഷെയർസിൻ്റെ ബേസിൽ നോക്കി. ഇതാണ് പ്രോബ്ലം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.